എന്താ? അല്ല, ശവപ്പെട്ടിക്കൊക്കെ ഇപ്പൊ എങ്ങനെയാ വില? പല വിലയിലും ഉണ്ട്. 300 മുതൽ 3000 വരെ. 3000 രൂപ ഒരു ശവപ്പെട്ടിക്കോ? ഇപ്പൊ കൂടിയാണ് സാർ. രൂപയുടെ മൂല്യം കുറച്ചപ്പോ എല്ലാ സാധനത്തിനും വില കയറിയല്ലോ. ഇങ്ങനെ പോയാൽ സാധാരണക്കാരൻ എങ്ങനെ മരിക്കും? വലിയ പ്രശ്നമാണ്. അവശ്യ സാധനങ്ങളുടെ വില കുറയ്ക്കുമെന്നായിരുന്നല്ലോ സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത്. എവിടെ എന്ന് പറയാൻ പറ്റില്ല. വളരെ വളരെ ആവശ്യമുള്ള സാധനമാണല്ലോ രൂപ. അതിന്റെ വില ഇഷ്ടം പോലെ കുറച്ചില്ലേ? ഒരു മീഡിയം ടൈപ്പ് പെട്ടി ഒന്ന് മാറ്റി വെച്ചേക്ക്. എപ്പോഴത്തേക്കാണ് സാർ? ഇനി അധികം ദിവസങ്ങളില്ല. വലിയ സൈസൊന്നും വേണ്ട, അധികം വണ്ണോ ഉയരമൊന്നും ഇല്ലാത്ത ഒരാളിനാ. സമയമാകുമ്പോ സ്റ്റോക്ക് ഇല്ലാതെ വരരുത്. ഇല്ല സാർ, വല്ല മദ്യദുരന്തമോ കൂട്ടക്കൊലയോ ഉണ്ടായെങ്കിലേ പ്രശ്നമുള്ളൂ. ഓക്കെ, ഞാൻ ആളിനെ അയക്കാം. മേലിൽ ഇവിടെ കണ്ടുപോരുമെന്ന് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്? ഞാനിവിടെ പോകും സാർ. കരഞ്ഞു പറഞ്ഞിട്ടും കേൾക്കാതെ നിങ്ങളൊക്കെ ചേർന്നല്ലേ എന്റെ താടിയും മുടിയും എടുത്തു കളഞ്ഞത്. എന്റെ ഇമേജാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്. താടിയില്ലാത്തതുകൊണ്ട് എന്റെ ഫാൻസ് എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. കള്ളം കഞ്ചാവും പോട്ടെ, ഒരു കാലിച്ചായ പോലും അവന്മാരെനിക്ക് വാങ്ങിത്തരുന്നില്ല. സാറിനെ രക്ഷിക്കണം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകും. താൻ എന്ത് ഭ്രാന്താടോ ഈ പറയുന്നത്? ഇതൊന്ന് വളരുന്നവരെ എനിക്കൊരു ഷെൽട്ടർ തരണം, തലചായ്ക്കാൻ ഒരിടം. പ്ലീസ് പ്ലീസ് സർ. എവിടെ നിന്നാണ് തനിക്ക് ഈ ഡ്രഗ്സ് കിട്ടുന്നത്? മയക്കുമരുന്ന്? അത് ഞാൻ പറയില്ല. പറയടാ, ഇല്ലെങ്കിൽ പട്ടിണിയാണെന്നല്ല എന്റെ കൈ കൊണ്ടാവും നീ ചാവുക. പറയാൻ പറയാം. എടോ ചെലവാ, എവിടെയാണ് താൻ മരുന്നൊക്കെ വെച്ചിരിക്കുന്നത്? മരുന്നോ? അതേടോ, താൻ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നില്ലേ മയക്കുമരുന്ന്? പ്രതിയോഗികൾ ആരോപിക്കുന്ന ദുഷ്പ്രചരണം കേട്ട് എന്നോട് കാണാവുന്ന പറഞ്ഞാൽ തന്റെ തൊപ്പി അന്തർപ്പിക്കും. കൊല്ലണോ ഇവനെയൊക്കെ? എന്നാൽ ഈ നാട് അതെ, പക്ഷെ സാറിന് എന്ത് പറ്റി? എന്നെ കൊല്ലരുതേ. ഇല്ലെങ്കിൽ പറഞ്ഞ എവിടെയാ വെച്ചത്? എവിടെ? മുടിയിൽ ഒളിപ്പിച്ചാൽ മുടിഞ്ഞു പോകുന്ന എന്റെ ഗുരു പറഞ്ഞ എത്ര ശരിയാണ്. അയ്യോ, സഹിക്കണില്ലേ. അയ്യോ അയ്യോ, ജനങ്ങളെ പിന്തുണ പിൻവലിക്കല്ലേ. അസുഖക്കാരനാണ്. ഹലോ, യെസ്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊരു വക്കീലായിട്ട് ആലോചിക്കൂ. അതെ, കാര്യങ്ങളെല്ലാം ജോൺ എന്നോട് പറഞ്ഞു. അയാൾ ഇവിടെ തന്നെ ഉണ്ട്. ആ സാർ, പോലീസ് ചോദ്യം ചെയ്താൽ ചെല്ലപ്പൻ എല്ലാം പറഞ്ഞെന്നിരിക്കും. പറഞ്ഞോട്ടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാർ, അന്ന് ജയിലിൽ നിന്ന് വിട്ട 4 പ്രതികളിൽ 3 പേർ കമ്മീഷൻ വീട്ടിലല്ലേ? അവന്മാരെ അവിടെ വെച്ച് പിടിച്ച കുഴപ്പമാവും. പിടിക്കണം. എന്റെ മന്ത്രി കസേര തെറിപ്പിക്കുമെന്ന് പറഞ്ഞവനാ നിങ്ങളുടെ കമ്മീഷണർ. സാർ, പെട്ടെന്ന് വല്ലതും ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇറങ്ങി പോടോ. അച്ഛനുമായി സംസാരിച്ചാൽ ഇപ്പൊ ഇവിടെ ഇറങ്ങിയുള്ളൂ. കമ്മീഷണറുടെ വീട്ടിൽ? അതെ, കമ്മീഷണറുടെ വീട്ടിൽ. എന്താ പറഞ്ഞ വിശ്വാസമാകാത്തത്? താങ്ക് യു ശ്രുതി. എന്താ സംഭവം? സംഭവം എന്താണെന്ന്? പിടികിട്ടാ പുള്ളികൾ 3 പേര് കമ്മീഷണറുടെ വീട്ടിലുണ്ടെന്ന്. കമ്മീഷണർ വീട്ടിലോ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. നമുക്ക് ഉടനെ അവിടെ വീട്ടിൽ പോകണം. പതുക്കെ പറ. കമ്മീഷണർ ആളുകൾ ഇവിടെ ഉണ്ടാകും. നമ്മുടെ ആക്ഷൻസ് വളരെ രഹസ്യമായിരിക്കണം. ആരെയും അറിയിക്കരുത്. അറിയാതെങ്ങനെ സാർ? ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. താമസിച്ചാൽ അങ്ങനെ വരെ മാറ്റും. അതിനു മുമ്പ് അവന്മാർ എന്റെ കൈപ്പെടും.
എന്താ സാർ? വണ്ടിയിൽ എന്തോ കടകട ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഞാനൊന്നും കേട്ടില്ലല്ലോ. ഞാൻ കേട്ടു, ഒന്ന് ഇറങ്ങി നോക്കിയേ. അവിടെയല്ലെന്ന്, ഒന്നിറങ്ങി പുറകിലോട്ട് ചെന്ന് നോക്ക്. എല്ലാരും ഉണ്ടല്ലോ. എങ്ങോട്ടാ? ഇതാണിപ്പോ സാറിന്റെ പണിയല്ലേ? എന്റെ കയ്യിൽ കത്തിയും നോക്കൊന്നുമില്ല, പക്ഷെ എല്ലാത്തിനും ഞാൻ നിരപ്പാക്കും. എന്നെ കൊണ്ടുവന്ന് ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ആഭ്യന്തരമന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി നായർ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മുഖ്യമന്ത്രി രാജിക്കത്ത് സ്വീകരിച്ചു എന്നല്ലാതെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല.
ആഭ്യന്തരമന്ത്രിയുടെ ക്രമക്കേടുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയെ തുടർന്നാണ് ഈ രാജിയെന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നു. 5 ലക്ഷം രൂപ റിവാർഡ്. ആൽബർട്ടോ ഫെല്ലിനി എന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് സർക്കാർ 5 ലക്ഷം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എവിടെ എവിടെ? സാർ അവിടെ പോന്നു. എന്റെ ഒരു ബന്ധു ആശുപത്രിയിലുണ്ട്, ഒന്ന് കാണാൻ.